ഹലോ മൈ ഗൈസ്, ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ട്രോൾ SMP സെർവറുമായിട്ടാണ്. ഇതിൽ ഞാനും പിന്നെ ഈ പോകുന്ന ഷൊണ്ണയുമാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ പറഞ്ഞേക്കാം, ഇതൊരു സർവൈവൽ സീരീസ് അല്ല മച്ചാനെ. ഇതൊരു സർവൈവൽ സീരീസ് അല്ല, ഇതൊരു ട്രോൾ സീരീസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും സുഖമല്ലേ? നല്ല വിശേഷക്കാരെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെപ്പൺസൊക്കെ കളക്ട് ചെയ്യാണ്ട്. അപ്പോൾ അതിനായി നമുക്ക് വുഡ് കളക്ട് ചെയ്യണം. ഒരു 10 വുഡെങ്കിലും വേണ്ടി വരുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അതേ വുഡായിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ബ്ലോക്കിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മൈനിങ്ങിനും കാര്യം പോയിരുന്നു. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. വുഡ് ഒരു 4 കൂടി എടുക്കാം. ഒരു 10 നിർത്താം ഗൈസ്. ആവാറായുണ്ട്. അപ്പോൾ 10 വുഡ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തു. ഇനി നമുക്ക് വുഡ് പ്ലാങ്ക്സ് എടുക്കുന്നു, സ്റ്റിക്ക് എടുക്കുന്നു, വാളെടുക്കുന്നു. അതിനെ കുറച്ച് വെപ്പൺ കൂടി കളക്ട് ചെയ്യാം. ഒരു പിക്കാക്സ്, ദെൻ നായ അവനവിടെയോ സാരല്ല, പിന്നെ നോക്കാം. ഇനിയിപ്പോൾ എന്താ, അതിന് ഷവറെടുക്കാം. ദെൻ ആക്സ് ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വലുതാക്കണ്ട, കൊണ്ടുപോകാം. നെക്സ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഏകദേശം. ഞാൻ നമ്മുടെ അടുത്ത വീഡിയോകളിൽ ഞങ്ങളുടെ ബിൽഡ് വരും, ദെൻ ട്രോളുകൾ വരും, ദെൻ പലതും ഈ വേൾഡിൽ നടക്കും. അതുകൊണ്ട് ഇത് ആരും കാണാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമ്മൾ ബേസും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ട, വീഡിയോ ഇപ്പോൾ നിർത്താമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ, ബേസൊക്കെ സെറ്റായാൽ അങ്ങനെ ഇപ്പോൾ ഫുഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഫുഡൊന്നും അധികം കിട്ടാനില്ല. പിന്നെ ബേസ് സെറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് ഇപ്പുറത്തേക്കായിട്ട് പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾക്ക് ബേസ് സെറ്റ് ചെയ്യാൻ നല്ലൊരു സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിലേക്ക് ഫുഡ് കിട്ടാനും കിട്ടണം. ഫുഡ് കുറവാണ്. ഒരു പശുവിനെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, നല്ല ടേസ്റ്റാണ്. റോ ബീഫ്. അപ്പോൾ നമുക്ക് ബേസ് സെറ്റ് ചെയ്യാൻ നല്ലൊരു സ്ഥലം വേണം. നോക്കുമ്പോൾ ഒരു സ്ഥലമായിട്ട് കിട്ടുന്നുണ്ടോ? ഇവിടെ സെറ്റ് ചെയ്യണോ? വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമ്മുടെ പോണ്ടൊക്കെ ഉണ്ട്. കുളത്തിൻ്റെ ഒക്കെ തരില്ല, നോക്കിയിട്ട് കാര്യമില്ല അല്ലേ. ഷാഡോ ബ്രോ ഇപ്പോൾ എവിടെയാണ് ആവോ? അവിടെ പോന്നപ്പോൾ പുള്ളി അങ്ങോട്ടോ പോയിട്ടോ, വേറെ പ്ലേസിലോട്ട് പോയിക്കണേ. അപ്പോൾ ബേസ് സെറ്റ് ചെയ്യാൻ വുഡ് ബ്ലോക്കിൻ്റെ സെറ്റ് ചെയ്യാം കേട്ടോ. ഈ പ്ലേസ് കൊള്ളാൻ തോന്നുന്നു. അവിടെ ഞങ്ങളുടെ പായണ കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇറച്ചി കിട്ടിയില്ല നോക്കിയാണ്. അപ്പോൾ ഇനി നമ്മൾ ബേസ് ഇവിടെ സെറ്റ് ചെയ്യണം. ഇവിടെ സെറ്റ് ചെയ്യാമല്ലേ? അപ്പോൾ അതിന് കുറച്ചും കൂടി വുഡ് വേണം നമുക്ക്. അപ്പോൾ വുഡ് കളക്ട് ചെയ്യണം. വുഡ് ഒരു സ്റ്റാക്കൊന്നും വേണ്ട, കുറച്ച് മതി. സ്റ്റാക്കിൻ്റെ പകുതിയൊക്കെ വേണ്ടി വരും. ഒരു സ്റ്റാക്ക് വേണ്ടി വരും തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വുഡ് കളക്ട് ചെയ്യാം. വുഡ് തന്നെ ആയതുകൊണ്ട് ചില പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമാണ് ഫുഡില്ല. അപ്പോൾ നമുക്ക് വേറെ ഇതാക്കണം. സ്റ്റോൺ കൊണ്ടാക്കട്ടോ. സ്റ്റോൺ കൊണ്ട് വെപ്പൺസ് നമുക്ക് സ്റ്റോൺ കൊണ്ടാക്കാം. ഞാൻ അതിന് കുറച്ച് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യണം. കോബിൾ സ്റ്റോൺ ഒരു 10 ഇരുന്നോട്ടെ. ഒരു 10-12 ഇരുന്നോട്ടെ.
വാളും പിന്നെ ഷവലെല്ലാം വേണം, പിക്കാക്സ് എല്ലാം വേണ്ടല്ലോ. അപ്പോൾ ഏകദേശം എത്ര ഇത് മതി, എത്ര മതി, 12 ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തതിന് ശേഷം ഇവിടെ വന്ന് നമുക്ക് ബേസ് ഇവിടെ സെറ്റ് ചെയ്യണം. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ടുണ്ട്, ഇവിടെ ഇടാം. നമുക്ക് വാളുണ്ട്, വാളെടുത്തു. പിന്നെ സ്റ്റിക്കും ഒക്കെ വേണം കേട്ടോ. സ്റ്റിക്ക് അത് പിക്കാക്സായി, പിന്നെ ആക്സായി. ആക്സൊക്കെ ഉണ്ടായിക്കോട്ടെ, വുഡ് വെട്ടാൻ അത് നല്ലതാവും. പിന്നെ ഇത്രയും മതി. ഇനി ഒരു പ്രഷർ പ്ലേറ്റ് വേണോ? പ്രഷർ പ്ലേറ്റ് വേണമെന്ന് തോന്നുന്നു, വേണോ? പിന്നെ പ്രഷർ പ്ലേറ്റ് ഉണ്ടായിക്കോട്ടെ, ആണ് നല്ലത്. ഇതേ ഒരു പ്രഷർ പ്ലേറ്റ് എടുക്കാം നമുക്ക്. പ്രഷർ പ്ലേറ്റിന് ആദ്യം വുഡ് എടുക്കാം. കുറച്ച് വുഡ് എടുത്തതിന് ശേഷം പ്രഷർ പ്ലേറ്റ് മതി. വുഡ് ചെസ്റ്റ്, വുഡ് കുറച്ചും കൂടെ ആയിക്കോട്ടെ. വുഡ് നമുക്ക് നല്ല ആവശ്യമുണ്ട്. വുഡ് പണി മൊത്തം നമ്മൾ ഈ വുഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മതി. പ്രഷർ പ്ലേറ്റ് വേണ്ടെന്ന് തോന്നുന്നു, വേണ്ട. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബേസ് സെറ്റാണ് സ്ഥലം. ചെറിയ ബേസും കാര്യമാണ് ഗൈസ്. നമുക്ക് ബേസിൻ്റെ പണിയിലോട്ട് കടന്നു പോകും. ഇതേ നമുക്ക് ഇപ്പോൾ ചെറിയ ബേസ് ഒരു 8, 2 സൈഡ് 8 കൊടുത്താൽ മതിയാവും തോന്നുന്നു. അത് ഒരു ബ്ലോക്ക് ഇതായി 2 സൈഡും 8 വെച്ച് കൊടുക്കാം മതിയാവുമെന്ന് തോന്നുന്നു. സെറ്റ് ചെയ്യണം. കുറച്ചുകൂടി പണി ഉണ്ട്. ഇപ്പോൾ നല്ല ഇതാക്കി ലാഗടിച്ച് ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ. ഇത് ചെറിയ രീതിയിൽ തന്നെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ പണി കഴിഞ്ഞിട്ട് കാണാം. അല്ല നല്ലത്. ഇത് 2-3 ബ്ലോക്ക് കൂടി ഇത് നീളൊന്നും സീനായിട്ട് സെറ്റായില്ല. കുറച്ചുകൂടി ഈ ബ്ലോക്ക് കഴിഞ്ഞ വരെ നീളാക്കണോ. അപ്പോൾ കേസ് നമുക്ക് ഇനി പണി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതേ മച്ചന്മാരെ നമ്മൾ ഇത് ബേസ് സെറ്റായിട്ടുണ്ട്. ഔട്ട് കാര്യങ്ങൾ മൊത്തം നമ്മൾ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതേ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചെറിയൊരു ബേസാണ് ഉദ്ദേശിച്ചിട്ടത്. വലിയ സൗകര്യം, ഉള്ളിൽ അത്യാവശ്യം സൗകര്യം ഉണ്ടായിക്കോട്ടെ. എല്ലാ സൗകര്യവും ആക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. ഇന്ത്യയിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ അടിഭാഗം മൊത്തം ടൈൽസാക്കി കൊടുത്തിട്ടുള്ളത്. അതാണ് റൂഫിൽ ഞാൻ പിന്നെ കുറച്ച് ഡിസൈനൊക്കെ ആക്കിയിട്ടുണ്ട്. മൊത്തം വുഡ് കൊണ്ട് തന്നെയാണ്. പിന്നെ നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ വേണം. അതിന് ആടുകൾ വേണം കേട്ടോ. ആടുകൾ ഇവിടെ ഒരു ശബ്ദം ഉണ്ടായിരുന്നു. അത് വെള്ള ആടുകൾ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് ആടുകളൊക്കെ വന്ന ഒരു 2 ബെഡോ 1 ബെഡൊക്കെ 2 ബെഡ് വേണ്ടി വരും തോന്നുന്നു. അത് 2 ബെഡ് എടുക്കാം. നമുക്ക് മാത്രമല്ലല്ലോ, മനുഷ്യയുടെ പുറകെ വന്ന് കിടന്നോട്ടെ. സീല്ല ഒരു സോംബി ഇത് ആളെ നേരം മെനക്കെടുത്താനായിട്ട്. അപ്പോൾ ഗായ്സ് ഇത് ആടുകൾ, അത്യാവശ്യം ഇവിടെ ആടുകളുണ്ട്. നല്ലൊരു പ്ലേസിൽ തന്നെയാണ് നമ്മൾ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി മണ്ടനെ കണ്ട നല്ല പ്ലേസിൽ തന്നെയാണ് നമ്മൾ ഇതൊക്കെ വെച്ചിട്ടുള്ളത്, ബേസ് സെറ്റാക്കിയുള്ളത്. അപ്പോൾ അവിടെ ആടുകളൊക്കെ ഉണ്ട്. അനിമൽസ് കൂടുതലുണ്ടായിക്കോട്ടെ. അതാകുമ്പോൾ നമുക്ക് പിന്നെ ഫുഡിനൊന്നും എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി വേണം നമുക്ക്. ഇതേ അത് കുടുങ്ങിയിരിക്കേ. കുറച്ചുകൂടി ഉണ്ടായിക്കോട്ടെ. ഇനിയിപ്പോൾ കാർപ്പറ്റാണെങ്കിൽ കാർപ്പറ്റ് വെക്കാമല്ലോ. അപ്പോൾ ഇനി ഇൻറ്റീരിയർ നമ്മൾ കിടുക്കാച്ചാക്കണം. ഇപ്പോൾ 5-6 ആടിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. 60 കഴിച്ചിട്ടുണ്ട് 5-6 ആൾക്കാർ. അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റീരിയറിൻ്റെ പണിയിലോട്ട് കടക്കാം. അപ്പോൾ അതിന് ബെഡ് എടുക്കണം, ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. ക്രാഫ്റ്റിൻ്റെ നമ്മൾ ഇത് 2 ബെഡ് എടുക്കാം കേട്ടോ. 1, 2 അങ്ങനെ മതി. ഇനി എന്തെങ്കിലും വേണോ? ഇത് മതിയാവും. പിന്നെ എന്തെങ്കിലും എടുക്കാം. സൈൻ ബോർഡ് ഇരുന്നോട്ടെ. നമുക്ക് മുമ്പിൽ എന്തെങ്കിലും പതിപ്പിച്ചൊക്കെ 2 സൈൻ ബോർഡ് ഇരുന്നോട്ടെ. 2 ഫ്രഷ് പ്ലേറ്റ് ഉണ്ടായിക്കോട്ടെ. ഫ്രഷ് പ്ലേറ്റ് നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ നിന്ന് പുറത്തുനിന്നൊക്കെ വെക്കാമല്ലോ. അപ്പോൾ അതിനായി പ്രഷർ പ്ലേറ്റ് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഉള്ളിൽ ഫിക്സ് ചെയ്യണ്ടേ. അപ്പോൾ അതിനുള്ള പരിപാടിയിലിട്ട് ഓടാണ്. അപ്പോൾ ഇതേ നമുക്ക് ഇൻറ്റീരിയൽ ചെയ്തിട്ട് ബാക്കി അപ്പം കാണിക്കാം. അപ്പോൾ ഇൻറ്റീരിയൽ കഴിഞ്ഞിട്ട് കാണാൻ. അപ്പോൾ ഗായ്സ് നമ്മൾ ഇൻറ്റീരിയലുകൾ ചെയ്ത് അടിപൊളി ആക്കിയിട്ടുണ്ട്. ഇൻറ്റീരിയലൊക്കെ ഇടുക്കാച്ചാക്കിയിട്ടുണ്ട്. നമ്മൾ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്.
സെനിൻ ഹൗസ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. സെനിൻ ഹൗസ് ഡോൺ ടച്ച് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലൊരു പ്രഷർ പ്ലേറ്റ് വെച്ചാണ്, ബാക്കിൽ വെച്ചാണ്. പിന്നെ 2 ബെഡാണ് ഇട്ടുള്ളത്. പിന്നെ നമുക്ക് ചെസ്റ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ബുക്ക് ഷെൽഫ്, പിന്നെ കിച്ചൺ സെറ്റപ്പ്. പിന്നെ അതെ മ്യൂസിക് ഇഷ്ടം ഉള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ അതിനെക്കുറിച്ച് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സും വെച്ചിട്ടുണ്ട്. ഇനി എത്ര ദിവസം ഇത് തറയിൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഈ വീട് എത്ര ദിവസം തറയിൽ നിൽക്കുമെന്ന് അറിയില്ല എനിക്ക്. ട്രോളുകളാണ് ഇതിൽ വരാൻ പോകുന്നത്. അപ്പോൾ പുറത്തുനിന്ന് പ്രഷർ പ്ലേറ്റ് നമുക്ക് ഇതാക്കും. ഇനി നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും കേട്ടോ. ചിലപ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇനി ഒരു കിടുക്കാച്ച് കൂടിയായിട്ട് വീണ്ടും വരും. അപ്പോൾ ബാക്കി നാളെ.